ഇപ്പോൾ ദൈവത്തിന്റെ അല്ല, ചാനലുകളുടെ സ്വന്തം നാട്. ഇവിടെ കുട്ടി അപ്പിയിട്ടാലും അപ്പൻ ചട്ടി മേടിച്ചാലും അത് വൻ വാർത്തയാകുന്നു. ചാനലുകൾ അതിന്മേൽ മത്സരിക്കുന്നു. ഈ ചാനൽ മാമാങ്കത്തിന്റെ ഒരംശമെടുത്ത് ഏതാനും നിമിഷങ്ങളിൽ നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അഷ്യൂർ 08 എന്ന വൻപൻ പരിപാടിയിൽ ഞങ്ങൾക്ക് അവസരം തന്ന തേർഡ് ഇയേഴ്സിനും ഞങ്ങളുടെ ഓരോ വിജയത്തിനും നെടുന്തൂണായ എല്ലാ ഫൈനൽ ഇയേഴ്സിനുമായി ഞങ്ങളിത് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ തുടങ്ങട്ടെ. ഈ പഞ്ഞി വെച്ചത് കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങേരാണെങ്കിൽ മരിക്കുന്നില്ല. എല്ലാം നടക്കുവോ? നടന്നു. ടി വിക്കാരെല്ലാം വന്നുപോയി, ഒരു ഫോട്ടോ പോലും എടുത്തില്ല. വന്നോ മരിക്കാനുള്ള ഫോട്ടോ ഇതല്ലേ ഐറ്റം? ഫോക്കസ്. കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു വ്യക്തിത്വമാണ് ഇവിടെ മരണശൈലിയിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ച് യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മൂർച്ഛിച്ച രീതിയിലുള്ള ക്യാൻസർ ആണെന്ന വിവരം അദ്ദേഹത്തിന് ഇതുവരെ അറിയില്ല. അറിയിച്ചാൽ അദ്ദേഹത്തിന് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സാർ, അങ്ങനെ അറിയിച്ചാൽ എന്തെങ്കിലും മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ക്യാൻസർ ആണോടാ പോലെ? അദ്ദേഹത്തിന് എന്തൊക്കെയോ രൂപഭാവങ്ങൾ ഇപ്പോ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അദ്ദേഹം ഏകദേശം 200-250 ഗ്രാമോളം അദ്ദേഹം ആള് വെച്ചിട്ടുണ്ട്. സാമ്പാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സൂം ചെയ്തു. സാമ്പാറൊക്കെ ഉണ്ട്. ഡയബറ്റിക് പേഷ്യന്റായ അദ്ദേഹം മുന്തിരിങ്ങ കഴിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഈ ശൈലി വരെ എത്തിച്ചിരിക്കുന്നത്. ഇദ്ദേഹം 10 മിനിറ്റിനുള്ളിൽ മരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ SMS A എന്നും 10 മിനിറ്റിന് ശേഷം മരിക്കുകയാണെങ്കിൽ SMS B എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഉടനെ SMS അയക്കുക. ഓക്കെ ദെൻ. അപ്പോൾ നിങ്ങളുടെ SMS-നായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാം ഓക്കെയുള്ളൂ. ഇവിടെ ഞാൻ അമൃത TV-യുടെ സഡൻ ഡെത്ത് എന്ന് പറയുന്നൊരു ചാനലിന്റെ ഇതിന് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി വന്നതാണ്. ഡോണ്ട് ടച്ചിങ് സാർ. റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മരിക്കാൻ പറ്റിയില്ല. ഇത്തവണ നന്നായി മരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം. താങ്കൾ ഇപ്പൊ തന്നെ മരിക്കുവോ? മാറെന്ന് പറയുന്നുണ്ട്. രോഗമാണോ മാറിയത്? അദ്ദേഹം മാറി എന്ന് പറഞ്ഞ് മരിച്ചു വീണിരിക്കുകയാണ്. ഒരാൾ മരിക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങളുടെ ഷൂട്ടി ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ചാനലാണ്. കൃത്യം 19 ഞങ്ങളുടെ ചാനലാണ്. താങ്ക് യു. ഞങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇദ്ദേഹം മരിച്ചത് 10:55 53 സെക്കൻഡ്. വലിയൊന്നുമില്ല. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് തനിക്കോണം നോക്കിക്കേ. വാർത്താ ചാനലുകൾ തന്നെ വൻ വാർത്തയാകുന്നു. തുടർന്നുണ്ടായ ലാത്തി ചാർജിൽ നിരവധി മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ ഉള്ള അവതാരകരുമായിട്ട് പരിപാടികൾ ചെയ്യാൻ പാടുപെടുന്ന ഒരു പാവം പ്രൊഡ്യൂസർ. ഈ പരിപാടിയൊക്കെ ഞാൻ ആരെ കൊണ്ട് അവതരിപ്പിക്കുമല്ല ദൈവമേ. അടുത്ത പരിപാടി തുറക്കാൻ സമയമായല്ലോ. ആരെയും കാണുന്നില്ലല്ലോ. എന്റെ യുവർ ചോയ്സ് ചെയ്യാനൊന്നും എനിക്കിവിടെ എന്താ പരിപാടി? എനിക്ക് 8:30 വാർത്ത ഉണ്ട്. 8:30 വാർത്ത? ഒരു നല്ല പരിപാടിയുണ്ട്. യുവർ ചോയ്സ് ഒക്കെ സാറേ ഞാൻ ചെയ്യുന്നേ. എനിക്ക് ചെയ്യാൻ പറ്റില്ല. ന്യൂസ് വായിക്കുന്നല്ലേ? ന്യൂസ് വായിക്കുമ്പോ യുവർ ചോയ്സും ചെയ്യാം. അതെങ്ങനെ? അത് നമ്മളെ ഫോൺ ചെയ്യുമ്പം കോൾ അങ്ങോട്ട് എടുക്കുക. സാറേ ഞാനൊക്കെ ഉള്ളി ന്യൂസ്. തനിക്ക് ഫോണുള്ളതല്ലേ? ഫോണൊക്കെ ഉള്ളതാ. താൻ കോൾ എടുക്കുക. അപ്പൊ ശരി. അവരുടെ വിശേഷങ്ങളും കൂട്ടുകാരുടെ വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ട് ചോദിച്ചിട്ട് പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ശരി. പാട്ട് ശ്രമിച്ചു നോക്കാം സാർ. ചെയ്തോ. ഇപ്പൊ തുടങ്ങിക്കോ. ഫോൺ അടിച്ച്. ഹലോ, ഇതാരാണ്? ഞാൻ കോട്ടയത്ത് നിന്ന് രാജപ്പനാണ്. കോട്ടയത്ത് രാജപ്പനാണ് വിളിക്കുന്നത്. രാജപ്പ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു. കണ്ണൂരിൽ നിന്ന് കോട്ടയത്തുള്ള രാജപ്പൻ വിളിച്ചിരിക്കുകയാണ്. രാജപ്പ വീട്ടിൽ ആരൊക്കെ ഉണ്ട് രാജപ്പന്റെ?
എന്റെ വീട്ടില് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. രാജപ്പോ ആ അച്ഛനുണ്ടോ രാജപ്പന്? ഉണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ അപ്പുറത്തോടെ അച്ഛനെ ഉണ്ടെന്ന് പോലും രാജപ്പനോട് സംശയമായിരിക്കുകയാണ്. ഇത് റിപ്പോർട്ടിങ്ങിനുള്ള ഒരു ബെസ്റ്റ്. അച്ഛൻ ഉണ്ടോന്ന് തന്നെ സംശയമാണ്. അച്ഛനെ എവിടെയാണ് രാജപ്പൻ? ഹലോ അതല്ല, അച്ഛൻ അപ്പുറത്തെ പറമ്പിൽ കിളക്കി. അച്ഛൻ എവിടാണെന്ന് പോലും പറയാൻ സാധിക്കില്ല. പറമ്പിലാണെന്ന് പറഞ്ഞ പറമ്പിലൊക്കെ അവിടെ വേലികളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ട് എന്തൊക്കെയോ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയാണ് അവിടെ. ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചോ? ഇതൊക്കെ സംഭവിച്ചു. താങ്കൾ പോയി അന്വേഷിക്കും. താങ്കൾ അയ്യോ, ഞാനൊന്ന് എളുപ്പം പോയി നോക്കട്ടെ. എളുപ്പം പോയി നോക്കിട്ടോ. ആ സാറേ സെറ്റാക്കി. അയ്യോ പാട്ട് വെച്ചില്ല. അയ്യോ പാട്ടിന്റെ പരിപാടി അതുകൊണ്ട് താൻ കുഴപ്പമില്ല സാർ. സാറേ ഒരു പാട്ട് വെച്ചു കൊടുക്കണോ? പാട്ട് വെക്കാൻ പറ്റത്തില്ല സാർ. ഇവിടെ ഫോൺ അല്ലല്ല, എന്റെ കറസ്പോണ്ടന്റ് സാർ. കോട്ടയത്ത് നിന്ന് വിളിക്കുന്ന സാർ. കോട്ടയത്ത് നിന്ന് വിളിക്കുന്ന കറസ്പോണ്ടന്റ് ആണോ സാർ? കോട്ടയത്ത് എനിക്ക് അത്യാവശ്യം എഴുതേ പറ്റത്തുള്ളൂ. ഹലോ പ്രവീൺ. ഹലോ താങ്കൾ ഇപ്പൊ എവിടെയാണ്? ഹലോ, വ്യക്തമാവുന്നില്ല, ഒന്ന് ഉറക്കെ പറയാമോ? ഹലോ പ്രവീൺ, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? വ്യക്തമാവുന്നില്ല, ശരിക്കും ഒന്ന് പറയോ? എനിക്ക് പ്രവീൺ എന്ന് മാത്രമേ കേൾക്കത്തുള്ളൂ, ഒന്ന് ഉറക്കെ പറയാമോ? പ്രവീൺ നീ ഇപ്പൊ എവിടെ? അങ്ങനെ മര്യാദക്ക് പറഞ്ഞാ എനിക്ക് കേൾക്കത്തില്ലേ. പ്രവീണേ ഇവിടെ ഉണ്ടോ? പ്രവീണേ അവിടെ എന്തൊക്കെയാണ്? താങ്കൾ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ കേരളത്തിലെ കോട്ടയത്തെ കാരപ്പള്ളിയിലെ കൂവപ്പള്ളി എന്ന ചെറിയ ഗ്രാമത്തിലെ വലിയ അമൽജ്യോതി കോളേജിൽ നിന്നും വലിയൊരു പ്രോഗ്രാമായി നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് പ്രവീൺ അവിടുത്തെ വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടെ കലാകായിക മത്സരം അവിടെ ആരോ പറയുന്നുണ്ട്, ഏതോ ഒരു കാണിക്ക് എന്തോ പറയാനുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. താങ്കളുടെ പേരെന്താണ്? മൻസൂർ. മൻസൂർ, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? മൈസൂർ. ഇവിടെ എന്താണ് പരിപാടി നടക്കുന്നത്? അസൂർ. താങ്കൾ ഇവിടെ തന്നെ കാണുമല്ലോ. ഓ ഷൂർ. അവിടെ ഇരിക്കൂ, താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ പോയി ഇവരോടൊക്കെ എന്തൊക്കെയാ ചോദിക്കുന്നു വെക്കാം. താങ്കൾ കുറെ നേരമായിട്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാവർക്കും വൈകി തരാം. താങ്കൾ ഇവിടെ എന്ത് ചെയ്യുക? കുറച്ചു നേരമായിട്ട് ഇവിടെ ഇരിക്കുകയാണോ? എന്നാൽ കുറച്ച് മാറിയിരിക്കൂ, താങ്കളിലേക്ക് പിന്നെ വരാം. അതിനു മുമ്പ് നമുക്ക് ജോഷ് ചേട്ടൻ, ക്യാമറ ജോഷ് ചേട്ടനെ കണ്ടുപോകാം. താങ്കളാണോ സംവിധായകൻ ജോഷി? ആണോ? ഒന്ന് പറഞ്ഞു. അയ്യോ, മാറിപ്പോയിരിക്കുകയാണ്. എന്താണ് ഈ ക്യാമറ ചോദിച്ചു വരുന്നത്? ഇനി കഴിക്കാനൊന്നും കൊടുക്കാറില്ലേ? അത് കുഴപ്പമില്ല. എന്താണ് ഈ ക്യാമറയുടെ രഹസ്യം? അതിലേക്ക് താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്ക് മുന്നിലേക്ക് നോക്കാം. അവിടെ ആരുമില്ല. അതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ആരാണ്? അവിടെ പുറകിലേക്ക് നോക്കൂ പ്രവീൺ, അവിടെയൊക്കെ ആൾക്കാരുള്ളതായിട്ട് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ വെള്ള വസ്ത്രധാരികളായ അടുത്ത ഡാൻസ് ടീം തയ്യാറായി നിൽപ്പുണ്ട്. താങ്കൾ ഏത് കോളേജിൽ നിന്ന് ഡാൻസ് ടീം? മനസ്സിലായില്ല. തീരെ മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ല. അവർക്കൊന്നും മനസ്സിലായിട്ട് അവർ ഡാൻസിന്റെ ധൃതിയിലാണ്. കുഴപ്പമില്ല, നല്ല ദിവസം തന്നെ, നല്ല ഡാൻസ് അറിയണം. പ്രവീൺ അവരുടെ ഡാൻസ് എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നെന്ന് വല്ലതും അറിയാമോ? കുറെ പ്രായം തോന്നിക്കുന്നു. നല്ല പ്രായമുണ്ട്. അവരുടെ മേക്കപ്പ് ആണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആണോ പ്രവീൺ? പ്രവീൺ അവിടെ കുറച്ച് ക്രിമിനലുള്ള കുറച്ച് പിള്ളേരൊക്കെ അവിടെ ചാടി തുള്ളി കളിക്കുന്നുണ്ട്. അവരുടെ പേരുകളൊക്കെ ഒന്ന് അന്വേഷിക്കൂ. എന്താണ് നിങ്ങളുടെ പേര്? പേരില്ലേ? പറയണ്ട, നിങ്ങളിലേക്ക് തിരിച്ചു വരാം. അവർക്കും പേര് പറയാനില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പേരിടാത്ത ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണി അയക്കാം. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? പറയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ഞാനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് മറ്റൊന്നും പറയാനില്ല. നമ്മുടെ കറസ്പോണ്ടന്റ് പ്രവീൺ അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു അഷൂറിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രവീൺ ഹലോ, ഞാനിവിടെ എന്റെ ഇടതുപക്ഷത്ത് കുറെ ധാരാളം പെണ്ണുകൾ നിൽപ്പുണ്ട്. അവരോട് എനിക്ക് ഇടപെടാൻ ഒരു 30 മിനിറ്റ് തരികയാണെങ്കിൽ അതിന് ശേഷം ഞാൻ ഓൺലൈനിൽ വരാവുന്നതാണ്. 30 മിനിറ്റ് തരാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരും. സ്റ്റുഡിയോയിലേക്ക് വരണോ? സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരൂ. ബാക്ക് ടു സ്റ്റുഡിയോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രവീൺ അഷൂർ 08 എന്ന് പറഞ്ഞ വമ്പൻ പരിപാടിയുടെ ഒരു ദൃശ്യാവിഷ്കരണം തന്നെ നൽകിയിരിക്കുകയാണ്. പ്രവീണിന് വേണ്ടി നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. സാറേ സമയം. പിന്നെ ഞാൻ പോവാ. ഇതാണോടോ തന്റെ യുവർ ചോയ്സ്? സാറേ അങ്ങനെ സാറേ എന്തെങ്കിലും വാർത്ത എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാണ് പരിപാടി മുറ്റേടാ അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത 8:30 ന്യൂസ് വേണ്ട. ഞാൻ പരിപാടി അലമ്പാക്കുന്നു. എനിക്കൊന്നും വേണ്ട. അയാള് പരിപാടിയൊക്കെ അലമ്പാക്കുന്നു. ഞാൻ പോന്നു. ഞാൻ വൈകിയോ? അതെ, ഇതെവിടെയായിരുന്നു? ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടൊന്ന് വിളിപ്പിക്കണ്ടേ? ആണോ? കറക്റ്റ് സമയത്ത് എത്തി. നിന്റെ പരിപാടി ഇപ്പൊ അത് തീർന്നോ? മേലെ പരിപാടി കാണിച്ചാ അപ്പൊ ഞാൻ പൊക്കോട്ടെ, വീട്ടിൽ പൊക്കോട്ടെ. അല്ല, ഫ്രീ ആണോ? ഫ്രീയാ.
അതല്ല, അടുത്ത പരിപാടി ഇവിടെ ആളില്ല. ഏത് പരിപാടി? ഇവിടെ ന്യൂസ് തുടങ്ങാൻ സമയം. എനിക്ക് എഴുത്തുമാനെന്ന് പറഞ്ഞോളൂ. എഴുത്തമാനെയും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. കറക്റ്റ്, അതാ നമുക്ക് വേണ്ടിയത്. ഈ ന്യൂസ് പരിപാടി നീ തന്നെ ചെയ്യണം. നമ്മുടെ പിള്ളേരെല്ലാം അടിയും കൊണ്ട് ആശുപത്രി കിടക്കുമ്പോ പരിപാടി ചെയ്യാൻ ഇവിടെ ആരും ഇല്ല. കാശ് കൂടുതലെന്നോ ചെയ്യ്, തുടങ്ങാൻ സമയമായി. പത്രമൊന്നുമില്ലേ? ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിലൊരു പരിപാടി ഉണ്ടായി. പോലീസ് തല്ലുമ്പട്ടേക്കായിരുന്നു. കുറേ പേരൊക്കെ തല്ലുകൊണ്ട് ആശുപത്രിയിലായിട്ടുണ്ട്. അപ്പം അടുത്ത കോളർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഹലോ 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 സെക്രട്ടറി സുരേഷാണ്. ഇവിടെ കുത്തിക്കത്തും വിപ്ലവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം വണ്ടികൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് ചത്തൊടുങ്ങിയിട്ടുണ്ട്. സുരേഷിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ? ഇവിടെ ഒത്തിരി പേര് മരിച്ചു കിടക്കുന്നു. ധാരാളം മരിച്ചു കിടക്കുകയാണ് ഇവിടെ. മരിച്ചവരുടെ വീട്ടിലാരൊക്കെയുണ്ട് സുരേഷ്? മരിച്ചവരുടെ വീട്ടിലൊന്നും ചോദിക്കാതെ. അയ്യോ എന്നെ തല്ലിക്കൊല്ലല്ലേ. അയ്യോ അയ്യോ എൻജോയ് ചെയ്തൊരു കോളായിരുന്നു, കട്ടായിപ്പോയി. അയ്യോ ഇനിയും നിങ്ങൾ വിളിക്കേണ്ട നമ്പറൊന്നും വേണ്ടേ? വാർത്ത ഇരുന്നല്ലേ? സോറി. ഞാൻ അടുത്ത വാർത്ത ഒരു NH ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് പണ്ടാറോണി കിടപ്പുണ്ട്. പ്രമോദ് പപ്പനാണ് ഈ ഫോട്ടോ എടുത്തേക്കണത്. നന്നായി എടുത്തിട്ടുണ്ട്. ചത്തവരുടെയൊക്കെ ഫോട്ടോ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. ഇത് ഇനിയും അയച്ചു തരിക. അയച്ചതിൻ്റെ വിലാസം കഴിയുമ്പോൾ പറയാം. ഇനി വാർത്ത കഴിഞ്ഞാ സ്പോർട്സാ? ഇനി അടുത്ത് സ്പോർട്സ് ആണ്. സ്പോർട്സിലെന്താ പറയുക? ഇന്ത്യക്ക് കോപ്പ് കിട്ടി. കപ്പോ? ഇന്ത്യക്ക് ഒരു കപ്പ് കിട്ടി. എന്തിനാ കിട്ടി? ഇന്ത്യക്ക് തെണ്ടിയാണ് കപ്പ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യക്ക് 2020 കപ്പാണ് കിട്ടിയിരിക്കുന്നത്. മൊത്തം 40 കപ്പ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റ കളിയിൽ തന്നെ 40 കപ്പാണ് ഇന്ത്യ നേടിയത്. ചക്കത ഇന്ത്യ തന്നെയാണ്. അപ്പം വാർത്ത കഴിഞ്ഞിട്ട് പോക്കോട്ടെ. ഇനി അങ്ങനെ ആ പരിപാടിയും കൂടെ അങ്ങ് തീർത്ത്. നീ ഇപ്പൊ അടുത്ത പരിപാടിക്കായി 1 മണിക്കൂർ തന്നെ പരസ്യം അങ്ങ് ഇട്ടാലോ? പരസ്യം തന്നെ ഇട്ടോ, 1 മണിക്കൂർ നടത്താം. സാറേ ചായ. അവിടെ വെക്കടോ. അതെ, ഇത് കാലിച്ചായ കുടിച്ചിരുന്നാ മതി. നമുക്കവിടെ ദോശ അപ്പം പോയി നടത്തോണ്ടോ? അല്ല അതല്ല, എല്ലാം ഉണ്ട്. നമുക്ക് ദോശ അപ്പം ഒക്കെ ഉണ്ട്. ചൂടപ്പം എടുക്കട്ടെ സാർ, ഒരു 5 പ്ലേറ്റ്. അപ്പോ എല്ലാം ഉണ്ടാക്കും സാർ. ഞാൻ ബീഫ് ഒലത്തിയ ഉണ്ടാക്കും, ഒലത്താത്ത ഉണ്ടാക്കും, മറിച്ചിട്ടിട്ട് ഒലത്തിയ ഉണ്ടാക്കും, ഒലത്തിയത് മറിച്ചിട്ട് പാചകമൊക്കെ അറിയാം. ഏതാണ്ടൊക്കെ അറിയാം സാറേ. നമ്മളവിടെ ആ ജംഗ്ഷനിൽ തട്ടിടത്ത് സാറേ. അപ്പൊ ഇവനെ വെച്ചൊരു പരിപാടി അങ്ങോട്ട് ചെയ്യും. അല്ലെ അതെ, തന്റെ പേരെന്നാ പറഞ്ഞ? എന്റെ പേര്, ഞാൻ അപ്പുറത്ത് ജംഗ്ഷനിൽ തട്ടുകട കാണാറെന്ന് പറഞ്ഞ എല്ലാവരും. ഈ ജംഗ്ഷനിലാ? അതെ. പൊന്നോളോ, ജംഗ്ഷനിലാണോ കട കൊണ്ടേ വെക്കുന്നത്? അവിടെ പൊടിപടലങ്ങളൊക്കെ എന്നാ പരിപാടി? ഇത് വണ്ടി ടിപ്പറൊക്കെ വന്ന് ഇടിച്ച് കയറി കടയൊക്കെ പോയാലോ? നീ ഒരു പണി ചെയ്യ, നീ ആ കട എടുത്തോണ്ട് ഇവിടെ കൊണ്ടേ വെക്കും. ഇവിടെ ആവുമ്പോ നല്ല AC, നല്ല ലൈറ്റ്. അയ്യോ സാറേ, നമ്മൾ ഈ വലിയ AC-ലൊന്നും ഇതൊന്നുമില്ല. നമ്മളവിടെ ജംഗ്ഷനിൽ നമ്മള് മാറണം. കാലം മാറിക്കൊണ്ടിരിക്കും. നീ കട എടുത്ത് ഇവിടെ കൊണ്ട് കച്ചവടം കിട്ടത്തില്ല സാർ. ജംഗ്ഷനിൽ നിന്നൊക്കെ മാറി എങ്ങനെ കച്ചവടം കിട്ടാനാണ്? പോയി കട എടുത്തോണ്ട് വാടാ. അത് നോക്കാം സാർ. ഇവനെ വെച്ച് ഇവൻ അറിയാണ്ട് തന്നെ ഒരു പരിപാടി എടുക്കാം. അതെ സാറേ, അപ്പം ഉണ്ടാക്കട്ടെ? ഇപ്പൊ അപ്പം വേണ്ട. അല്ല സാറേ, അപ്പം പറഞ്ഞ അപ്പം വേണമെന്ന്. ഇപ്പൊ പറഞ്ഞ ഇപ്പം വേണ്ട. വേണ്ട. അപ്പം വേണ്ട. എന്നാ പിന്നെ ദോശ. പിന്നെ ദോശ എടുക്കട്ടെ സാറേ? എന്നാ ഇവിടെ പണിക്കാർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കി സാറേ. എനിക്കേ ഈ ദോശയും അപ്പം ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അല്ല സാറേ, വേറെ ഒന്നും അറിയത്തില്ല. നമ്മളവിടെ ജംഗ്ഷനിൽ തട്ടിടത്തുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല? താൻ ഈ കോണ്ടിനെന്റൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചൈനീസോ ജാപ്പനീസോ ഇതൊന്നും അറിയില്ല? ഇവിടെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ? എങ്ങനെ? നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ ഒറ്റ ഉണ്ടാക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പുതിയ പേര് കിട്ടു. അപ്പോഴേ ഇതാ ഈ കൂടെ ഇന്നലെ രാത്രി തട്ടുകട വന്നിട്ട് ഉള്ള എല്ലാം വലിച്ചു കയറ്റിട്ട് പൈസ എന്തെന്ന് ചോദിച്ചപ്പോ ഏമ്പക്കം വിളിച്ച് കാണിച്ചു. അപ്പോഴേ ഞാനിങ്ങ് കൂടെ കൂട്ടി എന്റെ അപ്പോഴേ ഒരു പരിപാടി ചെയ്യാം. നിങ്ങള് ഇവിടെ ഒരു പാചകം ഉണ്ടാക്കിക്കോ. ഉണ്ടാക്കുമ്പോ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന പാചകം ചുമ്മാ ഒന്ന് ഉറക്കെ അങ്ങോട്ട് പറയുക. ചുമ്മാ എനിക്കൊന്ന് കേൾക്കാൻ പറ്റും എങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി. ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അല്ല AC വയ്ക്കുക.
അപ്പൊ ഇതങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന അങ്ങോട്ട് ഉറക്കാൻ അങ്ങോട്ട് പറഞ്ഞു. പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനൊന്നുമല്ല, ഷൂട്ട് ചെയ്തില്ല. ആ സാറേ എന്നാ പിന്നെ ഉണ്ടാക്കട്ടെ. ഇതെന്താ സാറേ എഴുതി തന്നേക്കുന്ന ഇതൊക്കെ? ഇത് വായിക്കണോ ആദ്യമേ? ഇതെല്ലാം കൂടെ. പാചകരംഗ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാചകരംഗ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പാചകരംഗ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഈ ആഴ്ച അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഐറ്റമാണ് ജപ്പാനീസ് കൺഫ്യൂഷണൽ ചാള ഫ്രൈ. ഈ ചാള ഫ്രൈ ഉണ്ടാക്കുവാൻ വേണ്ടി എന്നെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ഇക്കൊല്ലത്തെ മികച്ച തട്ടുകടയ്ക്കുള്ള ഓസ്കാർ അവാർഡ് നോമിനിയായ ശ്രീ ഓടകലാനന്ദൻ അടാനന്ദനാണ്. അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. അങ്ങനെ ഈ ചാള ഫ്രൈ ഉണ്ടാക്കുവാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അയിലയാണ്. നന്നായി ചീഞ്ഞ അയില 1.25 കിലോ. വേണ്ട മറ്റു ചേരുവകൾ: അടുപ്പുകല്ല് 3 എണ്ണം, ആട്ടുകല്ല് ആവശ്യത്തിന്, നന്നായി മൂത്ത് പാകമായ വേലക്കാരി 1, 18-നും 22-നും ഇടയിലായാൽ വളരെ നന്ന്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ഡൈനിങ് ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ ടെന്നീസ് സ്പൂൺ, കായം 1 പാക്കറ്റ്, പങ്കായം 2 എണ്ണം, കടുക് 21 എണ്ണം. കടുകിന്റെ എണ്ണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഈ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് ഈ കടുകിന്റെ എണ്ണത്തിലാണ്. അപ്പോൾ കടുകിന്റെ എണ്ണം കൃത്യം 21 എണ്ണം. ഓക്കെ. ഇനി ആര്യവേപ്പില 2 എണ്ണം, ദ്രാവിഡ വേപ്പില 3 എണ്ണം, സോഡാപ്പൊടി 1 ഡിറ്റർജന്റ് സ്പൂൺ, ഉള്ളി കളഞ്ഞ തൊണ്ട് 1 കപ്പ്, വിനാഗിരി 1 കുപ്പി, വിജാഗിരി 4 എണ്ണം. അടച്ചു വെച്ചിരിക്കുന്ന ഡോറിൽ നിന്ന് പറിച്ചെടുത്തതാണെങ്കിൽ വളരെ നന്ന്. അതിന്റെ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തോളൂ. മുട്ടയുടെ വെള്ള 1 കപ്പ്, മുട്ടയുടെ മഞ്ഞ 2 കപ്പ്, മുട്ടയുടെ നീല 1/2 കപ്പ്. മുട്ടയുടെ നീല നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല, അതുകൊണ്ട് മുട്ടയുടെ വെള്ളയിൽ അല്പം ഉജാലയോ സൂപ്പർവൈറ്റോ ഒക്കെ കലക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുട്ടയുടെ നീല കിട്ടുന്നതായിരിക്കും. അപ്പോൾ മുട്ടയുടെ നീല നല്ലതായിട്ടൊന്ന് അടിച്ച് പതിപ്പിക്കുക. പതിയുന്നില്ലെങ്കിൽ കുറച്ച് സർഫോ ഏരിയയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുക. അത്ര മതി. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ചേരുവകളാണ്. രണ്ടാമത്തെ ചേരുവകൾ: അമേരിക്കൻ മാവ് 1 കിലോ, മൈദമാവ് 1/4 കിലോ, മൂവാണ്ടൻ മാവ് 2 എണ്ണം, അശ്വത്ഥാത്മാവ് 1/2 കിലോ. അല്ല, ഇതൊക്കെ അതിപ്പോ വരും. ഈസ്റ്റ് ആവശ്യത്തിന്. ഈസ്റ്റ് ഇല്ലെങ്കിൽ വെസ്റ്റോ നോർത്തോ സൗത്തോ നമുക്ക് ഈ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. കിസ്മിസ് ആവശ്യത്തിന്. ഒറ്റ കിസ് പോലും മിസ്സാകാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ഇനി തയ്യാറാക്കുന്ന വിധം: അരികിലുള്ള അരുവിൽ നിന്നും പിടിച്ചെടുത്ത ഒരു പിടയ്ക്കുന്ന മീനെ എടുത്ത് പിടയ്ക്കുന്ന മീനെ എടുത്ത് ടേബിളിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലുക. മുങ്ങിച്ചത്ത മീനെ എടുത്ത് ടേബിളിൽ തല കിഴക്കുവശം വരത്തക്ക രീതിയിൽ വെള്ളം കൊണ്ട് പുതപ്പിച്ച് കിടത്തുക. കിഴക്കുവശം തല വരത്തക്ക രീതിയിൽ കിടത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം: യാതൊരു കാരണവശാലും വാല് പടിഞ്ഞാറ് വശത്ത് വരാൻ പാടുള്ളതല്ല. അപ്പോൾ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഇനി ഒരു സ്കെയിൽ എടുത്തിട്ട് 5.7.2 ഇഞ്ച് നീളത്തിൽ, 3 ഇഞ്ച് കനത്തിൽ, 2 ഇഞ്ച് വീതിയിൽ 16 കൊണ്ട് കുടിച്ച് 3 കൊണ്ട് ഹരിച്ച് 16 കഷ്ണങ്ങളായി പിന്നെയും വെട്ടി നുറുക്കിയെടുക്കുക. ഇനി അതിനെ ഒരു മിനി ഡ്രാഫ്റ്റർ വെച്ച് കറക്റ്റ് ആയിട്ട് ലൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ആ കറക്റ്റ് സെന്റിമീറ്റർ ലൈൻ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ മീൻ കഴുകാൻ മറന്നുപോയി. സാരമല്ല, ഇനി നമുക്ക് മുറിച്ചതിന് ശേഷം കഴുകിയാൽ മതി. അപ്പോൾ അഴുക്കുകളെല്ലാം പോയി കിട്ടും. കഴുകുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുക. അപ്പോൾ മീനൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. മാത്രമല്ല ഇതിലെ അണുക്കളെല്ലാം ചത്ത് കിട്ടുന്നതുമാണ്. ഇനി കഴുകുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: കയ്യിൽ മുള്ളുകൊണ്ട് സെപ്റ്റിക് ആകാൻ സാധ്യതയുള്ളതിനാൽ മുള്ളുകൊണ്ട് സെപ്റ്റിക് ആകാൻ സാധ്യതയുള്ളതിനാൽ ഡെറ്റോൾ ഉപയോഗിച്ച് വേണം നമ്മൾ മീൻ കഴുകുവാനായിട്ട്. കുറച്ച് കഴുകും. മോനെ മീന്റെ ചോര അത് മീന്റെ ചോര അങ്ങനെ ഞാൻ ചെയ്യൂ. അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന മീൻ നീക്കി വെക്കുക. ഇനി വിറകില് എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം തീ പിടിപ്പിക്കുക.
കത്താതെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുകഞ്ഞോളെ പുറത്ത് എന്ന് പ്രാഗിക്കൊണ്ട് എല്ലാം എടുത്ത് വെളിയിലേക്ക് കളഞ്ഞതിന് ശേഷം ചീനച്ചട്ടി എടുത്ത് ഗ്യാസ് അടുപ്പിൽ ഫിറ്റ് ചെയ്യുക. ചട്ടി നന്നായി ഒന്ന് ചൂടാക്കുക. ചൂടായതിനു ശേഷം മേശപ്പുറത്തിരിക്കുന്ന ചേരുവകൾ കുറച്ചെണ്ണം എടുത്ത് അതിനകത്തേക്ക് തട്ടുക. തുടർന്ന് നന്നായി ചൂടാക്കുക. ചൂടായോ എന്നറിയുവാൻ വേണ്ടി കൈയിട്ടിളക്കുക. അപ്പോൾ എന്നുള്ള ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ കറി തിളച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ സാധനം റെഡിയാവുന്ന അത്രയും സമയം തന്നെ നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് അല്പം ഓയിൽ ഒഴിക്കുക. ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജിഞ്ചലി ഓയിലോ എഞ്ചിൻ ഓയിലോ പാം ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതെങ്കിലും ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് എണ്ണ വെച്ചിരിക്കുന്ന കടുക് ഇട്ട് പൊട്ടിക്കുക. വീണ്ടും മോറ് പൊള്ളി. മോറ് പൊള്ളി. ജോസിച്ചിരിക്കുന്നോട്ടോ ജോസിച്ച്. അപ്പോൾ കടുകെല്ലാം വറുത്ത് മീനിനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. ഇനി അതെല്ലാം കൂടി നമുക്ക് ടേബിളിൽ ബാക്കി എന്തെങ്കിലും ചേരുവകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം വീടിന്റെ തെക്ക് വശത്തുള്ള ജനാല കണ്ടുപിടിച്ച് അതിനുള്ളിലൂടെ പുറത്തേക്ക് കളയുക. ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. പണ്ടുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ. ഇനി ടേബിളിൽ ചൂടായിരിക്കുന്ന കറിയിലേക്ക് മീനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ മീനുമായി വീടിന്റെ ഉത്തരത്തിൽ കയറി തല കീഴായി തൂങ്ങിക്കിടന്നുകൊണ്ട് വാശിയുടെയും വൈരാഗ്യത്തോടു കൂടി വലിച്ചെറിയുക. അപ്പോൾ ബ്ലും എന്ന സൗണ്ട് കേൾക്കുകയാണെങ്കിൽ കറി കണ്ടോ ചട്ടിയിൽ വീണിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വീണു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി കായത്തോടൊപ്പം വാങ്ങി വെച്ചിരിക്കുന്ന പങ്കായം എടുത്തുകൊണ്ട് എന്ന താളത്തിൽ നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് ഒരു കുറുക്കു പരുവത്തിൽ ആയി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഇതിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡെക്കറേഷൻ ഏകദേശം കഴിഞ്ഞതിന് പക്ഷെ കുറച്ച് കളർ കുറവാണെന്ന് തോന്നുന്നു. കളർ കൂട്ടുവാനായിട്ട് നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ആർച്ച് പോലെ ഇടാവുന്നതാണ്. ഇനി ഇതിനും കളർ പോരെങ്കിൽ നമുക്ക് നെറോലാക് എക്സൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ മഴയത്തും വെയിലത്തും മാറാത്ത ഭംഗി ഈ ആഹാര സാധനത്തിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഒരു കളറിംഗ് ഒക്കെ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഈ ആഹാര സാധനം റെഡിയായി. പ്രൊഡ്യൂസർ സാർ റെഡിയായി സാർ. അപ്പോൾ ഇത് എൻ്റെ പ്രൊഡ്യൂസർ, എനിക്ക് അവസരം ഈ പ്രൊഡ്യൂസറിന് തന്നെ ഞാൻ ഒരു പീസ് നൽകുകയാണ്. സാർ ഒരു പീസ് പറഞ്ഞ പോലെ ചെയ്തോ? ഒരു പീസ് എടുത്തു കഴിച്ചത്. ഇനി അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏതെങ്കിലും ഒരു വിലാസത്തിൽ എങ്ങോട്ടെങ്കിലും അയച്ചുകൊള്ളുക. ഇതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രകടനം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.